കേരള സർവകലാശാല സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. KSUSFI നേതാക്കൾക്കെതിരെയാണ് കേസ്. സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂര്യ, കഴിഞ്ഞ ദിവസത്തെ സർവകലാശാല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു സംഘർഷം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണിപ്പോൾ കേസിന്റെ സ്ഥിതി? കാളിദാസ്, ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നതാണ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഘർഷം. അത് KSUSFI പ്രവർത്തകർ തമ്മിൽ ഉള്ള സംഘർഷം. അത് കേരള സർവകലാശാലയ്ക്ക് അകത്ത് നിന്നിട്ട് അത് പുറത്തേക്ക് വരെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സംഘർഷമാണ് പ്രവർത്തകർ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തെരഞ്ഞെടുപ്പിനിടയിൽ KSUവിന്റെ ഒരു പ്രതിനിധി വിജയിച്ചതിനെ തുടർന്നാണ് പിന്നീട് KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ 5 SFI അതുപോലെ തന്നെ 5 KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ കണ്ടാലറിയുന്ന 200 പേർക്കെതിരെ കൂടി ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ തരത്തിലുള്ള, അതായത് അടുത്തിടയ്ക്കൊന്നും കേരള സർവകലാശാല കാണാത്ത തരത്തിലുള്ള ഒരു സംഘർഷമാണ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് സംഘർഷത്തിന് പുറകിൽ SFI പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് KSU പ്രവർത്തകർ ഉന്നയിക്കുന്നത്. KSU പ്രവർത്തകരാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് എന്നുള്ള ആരോപണമാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും രണ്ട് പേർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFI ആണ് സംഘർഷം തുടങ്ങിവെച്ചത് എന്ന കാരണത്താൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ളത് ഇന്നലെ തന്നെ KSU വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. KSUSFIയുടെ നേതാക്കളടക്കമാണ് ഇന്നലെ സംഘർഷത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന ഘട്ടത്തിലേക്ക് ആ സംഘർഷം പോയിട്ടുണ്ടായിരുന്നു. ഈ കല്ലേറ്, അത് സർവകലാശാലയ്ക്ക് പുറത്തേക്ക് ഏറ് വരുന്ന ഒരു വലിയ സംഘർഷത്തിലേക്ക് സാഹചര്യം കലുഷിതമായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും നിലവിൽ ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് കണ്ടാലറിയുന്ന 200 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. SFI KSU പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഈ 200 പേര്. ഇവർക്ക് എതിരെയുള്ള നടപടികളുമായിട്ട് പോലീസ് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്.